ജോർജിയയിൽ പോയിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നോർമലി ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ജോർജിയയിലുള്ള ബെസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ ഏതാണ്. അത് കൂടാണ്ട് ജോർജിയയിലുള്ള എല്ലാ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടോ. ജോർജിയയിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ. പിന്നെ ജോർജിയയിലോട്ടുള്ള ട്രാവലിംഗ് ഓപ്ഷൻ എങ്ങനെയാണ്, എത്രത്തോളം ട്രാവലിംഗ് കോസ്റ്റ് വരും, ട്യൂഷൻ ഫീ എത്രമാത്രം വരാനായിട്ട് ചാൻസ് ഉണ്ട്, ട്യൂഷൻ ഫീ കൂടാണ്ട് നമുക്ക് അവിടെ വരുന്ന അഡീഷണൽ എക്സ്പെൻസസ്, ലിവിങ് കോസ്റ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ടോട്ടലായിട്ട് എത്ര ബഡ്ജറ്റാണ് വരിക. ഇത്തരത്തിൽ ഒരുപാട് ഡൗട്ട്സ് നമ്മുടെ സ്റ്റുഡൻസിന് ഉണ്ടാവും. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ജോർജിയൻ MBBSുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ജോർജിയ എന്ന് പറയുന്നത് ഒരു യൂറോ ഏഷ്യൻ കൺട്രിയാണ്. അതായത് യൂറോപ്പിലും ഏഷ്യയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു രാജ്യമാണ് ജോർജിയ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ജോർജിയയുടെ നെയ്ബറിംഗ് കൺട്രീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അർമേനിയ വരുന്നുണ്ട്, അസർബൈജാൻ വരുന്നുണ്ട്, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സീ ആണ്. ബ്ലാക്ക് സീ കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ റഷ്യയാണെന്നാണ് ജോർജിയയുടെ ബോർഡർ വരുന്നത്. പിന്നെ ബത്തൂമിയുടെ സൈഡിലായിട്ട് എന്ത് വരുന്നുണ്ട്, ടർക്കിയും വരുന്നുണ്ട്. സോ ഈ ഒരു പോർഷനിലായിട്ടാണ് ജോർജിയ എന്ന് പറയുന്ന ഒരു കൺട്രി വരുന്നത്. പിന്നെ നമ്മുടെ ജോർജിയയിൽ ഒരു സ്റ്റഡി സിസ്റ്റം നോക്കുന്ന സമയത്ത് ഇപ്പൊ ജോർജിയ എന്ന് പറയുന്നത് ഒരു യൂറോ ഏഷ്യൻ രാജ്യമാണ് എങ്കിലും ജോർജിയയുടെ ഒരു സ്റ്റഡി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECTS സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന, അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം പ്രോപ്പർലി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ജോർജിയ എന്ന് പറയുന്നത്. ജോർജിയയിലെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് 6 വർഷമാണ്. 6 വർഷം കൊണ്ട് 360 ക്രെഡിറ്റ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, സ്റ്റുഡന്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതിൽ 5 വർഷം അവരുടെ സ്റ്റഡീസും അവസാനത്തെ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പും ആയിട്ടാണ് വരുന്നത്. സോ 5 ഇയർ കോഴ്സ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് എന്ന രീതിയിൽ ടോട്ടൽ 6 ഇയേഴ്സ് ആയിട്ടാണ് ജോർജിയയിലെ കോഴ്സ് ഫ്രെയിം ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ജോർജിയയുടെ ഒരു ജിയോമെട്രിക് പൊസിഷൻ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് ജോർജിയയിലോട്ട് നമുക്ക് ഫ്ലൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി 2 ഓപ്ഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൾഫ് കൺട്രീസ് വഴി ട്രാവൽ ചെയ്യാവുന്നതാണ്. ഗൾഫ് കൺട്രീസ് വഴി ട്രാവൽ ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ നിന്ന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അബുദാബിയോ ഷാർജയോ അല്ലെങ്കിൽ ഒമാനോ ഖത്തറോ ഇനി ദുബായോ വഴിയൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജോർജിയയിൽ എത്താനായിട്ട് സാധിക്കും. സോ ഗൾഫ് കൺട്രീസ് വഴി മെയിൻ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന എയർലൈൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ അറേബ്യ വരുന്നുണ്ട്, ഫ്ലൈ ദുബായ് വരുന്നുണ്ട്, ഖത്തർ എയർവേസ് വരുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള എയർലൈൻസ് ആണ് നോർമലി ഗൾഫ് കൺട്രീസ് വഴി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കുള്ള ഒരു ഫ്ലൈയിങ് അവേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന UAE അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രിയിലോട്ട് എത്താനായിട്ട് ഏകദേശം 4 മുതൽ 4.5 മണിക്കൂർ വരെയും അവിടെ നിന്ന് നമുക്ക് ജോർജിയയിലോട്ട് സെയിം ടൈം തന്നെയാണ് അറൗണ്ട് ഒരു 4 to 4.5 hours എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ജോർജിയയിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കും. ഇനി നമുക്കുള്ള സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ്ലി ഇൻഡിഗോ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ജോർജിയയ്ക്ക് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് നമുക്ക് ഡൽഹി പോവാം. അതായത് ജസ്റ്റ് 3 മണിക്കൂർ കൊണ്ട് നമുക്ക് ഡൽഹി എത്താൻ പറ്റും. അവിടെ നിന്ന് ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിയിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡിഗോ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിന് ജോർജിയയിലോട്ട് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ജോർജിയയിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് നോക്കുന്ന സമയത്ത് ജോർജിയയിൽ മറ്റുള്ള രാജ്യങ്ങളിലുള്ളത് പോലെ തന്നെ എന്തുണ്ട്, ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും അവൈലബിൾ ആണ്. നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വെബ്സൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് ജോർജിയയിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 36 യൂണിവേഴ്സിറ്റികളാണ് കറന്റ്ലി റണ്ണിങ് പൊസിഷനിലുള്ള യൂണിവേഴ്സിറ്റികൾ. പിന്നെ ഈ ഒരു 36 യൂണിവേഴ്സിറ്റികളിൽ ടോട്ടലായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളും 31 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ് ജോർജിയയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾ WHOയുടെ വെബ്സൈറ്റിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ദ വേൾഡ് ഡയറക്ടറി എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ജോർജിയ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ജോർജിയയിലുള്ള എല്ലാ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ജോർജിയന്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടലായിട്ട് 31 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും അത് കൂടാണ്ട് 5 ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തുള്ള ഗവൺമെന്റും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ നമ്മുടെ പബ്ലിക് എന്നാണ്, സ്കൂൾ ടൈപ്പ് പബ്ലിക് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി എന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി സ്കൂൾ ടൈപ്പ് പ്രൈവറ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്നതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ജോർജിയയിൽ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് വരുന്നത്.
സോ ഇതിൽ എല്ലാ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻസും, അതായത് WFME, ECFMG അടക്കമുള്ള എല്ലാ ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻസുമുള്ള യൂണിവേഴ്സിറ്റികൾ കണ്ടെത്താനായിട്ട് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ WFMEന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, അതായത് വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം ഡീറ്റെയിൽസിനകത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, WFME റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. സോ WFME എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 മുതൽ WFMEന്റെ റെക്കഗ്നൈസ്ഡ് അല്ലാത്ത യൂണിവേഴ്സിറ്റികളിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി മുതൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിലോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോ ഒന്നും പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ വർക്ക് ചെയ്യലോ അല്ലെങ്കിൽ അവിടെ ലൈസൻസിങ് എക്സാമുകൾ കൊടുക്കലോ ഒന്നും പോസിബിൾ ആവില്ല. സോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി എന്താണ്, WFME റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ളൊരു കാര്യം നോക്കുക. അത് കൂടാണ്ട് നിങ്ങൾ സ്പോൺസർ നോട്ട് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സ്പോൺസർ നോട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, ECFMGയും റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ECFMG റെക്കഗ്നൈസ്ഡ് അല്ല എങ്കിൽ ECFMG എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഫോർ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എന്ന് പറയും. അതായത് നമ്മുടെ എന്താണ് അമേരിക്കയുടെ ലൈസൻസിങ് എക്സാം ആയിട്ടുള്ള USMLE എഴുതാനായിട്ട് എലിജിബിലിറ്റി കൊടുക്കുന്ന ഒരു സംഘടനയാണ് ECFMG എന്ന് പറയുന്നത്. സോ അപ്പോൾ ECFMG റെക്കഗ്നൈസ്ഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തല്ല USMLEയുടെ പരീക്ഷ എഴുതൽ പോസിബിൾ ആവുകയാണ്. സോ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ രണ്ട് കാര്യങ്ങൾ പ്രോഗ്രാം ഡീറ്റെയിൽസിൽ പോയതിനു ശേഷം എന്ത് ചെയ്യുക, WFME റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ളൊരു കാര്യം നോക്കുക. അത് കൂടാണ്ട് പിന്നെ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, ECFMG റെക്കഗ്നൈസ്ഡ് ആണോ എന്നുള്ളൊരു കാര്യം കൂടെ നോക്കുക. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോർജിയയുടെ പോപ്പുലേഷനും അത് കൂടാണ്ട് എന്താണ് അവിടെയുള്ള മെഡിക്കൽ കോളേജസുമായിട്ടുള്ള ഒരു റേഷ്യോ നോക്കുന്ന സമയത്ത് ജോർജിയയുടെ പോപ്പുലേഷൻ വളരെ കുറവാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോർജിയയിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് സ്വന്തമായി നല്ല ഹോസ്പിറ്റലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കും. ജോർജിയയിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു FMG റിസൾട്ട്, അതായത് വിദേശത്ത് പോയിട്ട് MBBS പഠിച്ചിട്ട് തിരിച്ച് ഇന്ത്യയിൽ വന്ന് നമ്മൾ കൊടുക്കുന്ന എക്സാമിന്റെ പേരാണ് FMG എന്ന് പറയുന്നത്, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്ന് പറയും. സോ ഈ ഒരു എക്സാമിനേഷനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ജോർജിയയിലുള്ള പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും വളരെ നല്ല റിസൾട്ട് എടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ജോർജിയയിലുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളെക്കാളും അവിടെയുള്ള പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും നല്ല ക്വാളിറ്റി ഉള്ളതും അത് കൂടാണ്ട് എന്താണ് അവർ പ്രോപ്പർ ആയിട്ടുള്ള ക്ലിനിക്കൽ പ്രാക്ടീസ് ഒക്കെ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ ജോർജിയ പോലുള്ള ഒരു കൺട്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ഒരു എന്താണ് FMG റിസൾട്ട് കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് വേറെ ഒന്നല്ല, ജോർജിയയിലുള്ള ഏത് യൂണിവേഴ്സിറ്റി എടുത്താലും മിനിമം എന്തായിരിക്കും അവർക്ക് 1-2 ഗ്രാജുവേറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇനി നമ്മൾ എന്താണ് ജോർജിയയിൽ പോയിട്ട് MBBS പഠിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ഡിഗ്രി വാലിഡ് ആണോ, നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ വലിയ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ. സോ നമ്മൾ എന്താണ് NMCയുടെ ഗസറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് പോകുന്ന സമയത്ത് NMC ഗസറ്റിൽ നമുക്ക് ഗ്രാൻഡ് ഓഫ് പെർമനന്റ് രജിസ്ട്രേഷന് വേണ്ടി എന്തൊക്കെ കണ്ടീഷൻസ് ആണ് മെയിൻലി മീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ മിനിമം എന്തുണ്ടായിരിക്കണം, 54 months ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ജോർജിയയെ സംബന്ധിച്ചിട്ട് കോഴ്സിന്റെ ഡ്യൂറേഷൻ 60 months ആണ് വരുന്നത്. ദെൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ 12 months ഇന്റേൺഷിപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ജോർജിയയെ സംബന്ധിച്ചിട്ട് നമ്മൾ 6ാമത്തെ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ഇന്റേൺഷിപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആവണമെന്ന് പറയുന്നുണ്ട്. ദെൻ ഷെഡ്യൂൾ 1 പറഞ്ഞിരിക്കുന്ന എല്ലാ സബ്ജക്ട്സും പഠിച്ചിട്ടുണ്ടാവണമെന്ന് പറയുന്നുണ്ട്. സോ ഇത്രയും കണ്ടീഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ജോർജിയയിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ പ്രോപ്പർലി മീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് വിത്ത് റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഓർ അതർവൈസ് കമൻഡ് ടു ഗ്രാൻഡ് ലൈസൻസ് ടു പ്രാക്ടീസ് മെഡിസിൻ ഇൻ ദ റെസ്പെക്റ്റീവ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി കൺട്രി ഇൻ വിച്ച് ദ മെഡിക്കൽ ഡിഗ്രി ഈസ് അവാർഡഡ് അറ്റ് പാർ വിത്ത് ദ ലൈസൻസ് ടു പ്രാക്ടീസ് മെഡിസിൻ ഗിവൻ ടു സിറ്റിസൺ ഓഫ് ദാറ്റ് കൺട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിനകത്ത് പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, രജിസ്റ്റേർഡ് വിത്ത് റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നുണ്ട്. അതായത് ആ രാജ്യത്തിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള പ്രൊഫഷണൽ റെഗുലേറ്ററി ബോർഡിൽ എന്ത് കിട്ടണം, എയ്തർ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടണം, ഇല്ല എങ്കിൽ എന്തായിരിക്കും അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഓർ അതർവൈസ് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ രാജ്യത്തിലെ പൗരന് മെഡിക്കൽ പ്രാക്ടീസിങ് പോസിബിൾ ആവുന്ന ഡിഗ്രി ഏതാണോ അത് വേണം ചെയ്തിരിക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ജോർജിയന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ജോർജിയന്റെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത് NCEQE ആണ് ജോർജിയന്റെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി. സോ നമ്മുടെ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ആ ഒരു വിദ്യാർത്ഥിക്ക് NCEQEന്റെ രജിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഓൾറെഡി എന്താണ് കൺഫേംഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ജോർജിയയിലെ ഡിഗ്രി എന്താണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ എക്സാം എഴുതി ഇന്ത്യയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ജോർജിയന്റെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി എങ്ങനെയാണ് NCEQE എന്ന് കൺഫേം ചെയ്യുന്നു എന്നുള്ളൊരു കാര്യത്തിൽ മേ ബി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ നേരെ പോവാ WFME അതായത് വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ എന്താണ്
പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡികളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് ഓരോ രാജ്യത്തിന്റെയും പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ജോർജിയ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജോർജിയയിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് എന്താണ് NCQE ആണ് എന്താണ് ജോർജിയന്റെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിൽ ഓരോ രാജ്യത്തിന്റെയും പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഏതാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് കൺഫേം ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, സോ കറന്റ്ലി ജോർജിയയിൽ പോയിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവിടുത്തെ ഇന്റർനാഷണൽ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എന്താണ് ലോക്കൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് രജിസ്ട്രേഷൻ കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി എന്താണ് അത്തരം കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മുടെ ജോർജിയയിലെ MBBS പഠനത്തിന്റെ ബഡ്ജറ്റിലോട്ട് നമ്മൾ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയ എന്ന് പറഞ്ഞ രാജ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു യൂറേഷ്യൻ കൺട്രിയാണ്. എസ്പെഷ്യലി ലിവിംഗ് കോസ്റ്റ് കൂടിയ ഒരു രാജ്യമാണ് ജോർജിയ. ഓക്കെ, ജോർജിയയിൽ ഒരു മാസം ആൾക്ക് ഒരു സ്റ്റുഡന്റിന് എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് ലിവിംഗ് കോസ്റ്റ് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ തന്നെ എന്താണ് ഒരു $300 ഇല്ലാണ്ട് ജോർജിയയിൽ ലിവ് ചെയ്യൽ പോസിബിൾ അല്ല. അതായത് മന്ത്ലി ഏകദേശം ഒരു 25,000 രൂപ ഇല്ലാണ്ട് ജോർജിയയിൽ ഹോസ്റ്റൽ മെസ്സും മാനേജ് ചെയ്യൽ പോസിബിൾ അല്ല. സോ അങ്ങനെ ഒരു വർഷത്തേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാസമാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ 2.5 ലക്ഷം രൂപ വരും. ഇനി അത് 6 വർഷം ആവുന്ന സമയത്ത് എന്തായി 15 ലക്ഷം രൂപ എന്തായാലും ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ലിവിംഗ് കോസ്റ്റ് ആയിട്ട് മാത്രം ജോർജിയയിൽ സ്പെൻഡ് ആവും. ഇത് കൂടാണ്ടാണ് ആളുടെ ട്യൂഷൻ ഫീസ് വരുന്നത്, ശരിയല്ലേ? സോ ആവറേജ് ഒരു $5,000 ട്യൂഷൻ ഫീസ് വരുന്ന ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക അസ്യൂം ചെയ്യുക. സോ 5,000 ഇൻറ്റു നമുക്ക് എന്താണ് 6 എന്ന് കൂടുന്ന സമയത്ത് $30,000 ആണ് എന്ത് വരുന്നത് നിങ്ങളുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ട്യൂഷൻ ഫീസ് വരുന്നത്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്തു 30,000 ഇന്നത്തെ ഡോളർ റേറ്റ് 87 വെച്ച് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 26 ലക്ഷം രൂപ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് മാത്രം വരും. പ്ലസ് നിങ്ങളുടെ ലിവിംഗ് കോസ്റ്റ് മിനിമം ഒരു 15 ലക്ഷം രൂപ വരും. സോ ഇത് രണ്ടും കൂടെ ചേർക്കുന്ന സമയത്ത് പറഞ്ഞാൽ ഏകദേശം 42 ലക്ഷം രൂപയോളം എന്ത് വരും ഒരു $5,000 ട്യൂഷൻ ഫീസിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ടോട്ടൽ കോസ്റ്റ് വരും. സോ എന്താണ് ട്യൂഷൻ ഫീസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഇതൊന്ന് എന്ത് ചെയ്യുക റീ അറേഞ്ച് ചെയ്ത് നോക്കുക. ഓക്കെ, സോ എനി ഹൗ ജോർജിയയിലെ ലിവിംഗ് കോസ്റ്റ് മാത്രം ഒരു 15 ലക്ഷം രൂപ വരും. ദെൻ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ട്യൂഷൻ ഫീസ് കൂടാണ്ട് എനി ഹൗ ഒരു സ്റ്റുഡന്റിന് എന്താണ് അവിടെ 6 ഇയേഴ്സ് എക്സിസ്റ്റ് ചെയ്ത് നാട്ടിലോട്ട് പോയി വരാനൊക്കെ ആയിട്ട് നോക്കുമ്പോൾ മിനിമം ഒരു 20 ലക്ഷം രൂപ അഡീഷണൽ എന്തായാലും വരും. സോ ജോർജിയയിലുള്ള ഏത് മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ചൂസ് ചെയ്താലും നിങ്ങളുടെ ഒരു മിനിമം ബഡ്ജറ്റ് എന്താണ് ഒരു 40 ലക്ഷം രൂപ മുതൽ എന്താണ് ഏകദേശം ഒരു 60 ലക്ഷം രൂപ വരെയൊക്കെ നിങ്ങളുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്തായാലും നിങ്ങൾക്ക് സ്പെൻഡ് ആവും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ജോർജിയന്റെ ഒരു എന്താണ് ലിവിംഗ് കോസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് നോക്കുന്ന സമയത്ത് വരുന്നത്. ഓക്കെ, സോ ജോർജിയയിൽ നിങ്ങൾ പോയിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജോർജിയയിലെ ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് വേറെ ഒന്നുമല്ല കറന്റ്ലി FMG റിസൾട്ട് ഒക്കെ വളരെ നല്ല റിസൾട്ട് ഉള്ള ഒരുപാട് യൂണിവേഴ്സിറ്റി ജോർജിയയിലുണ്ട്. അതായത് ഓൾ ഇന്ത്യ പെർസെൻറ്റേജ് 25% നിൽക്കുമ്പോൾ 60% മുകളിൽ FMG റിസൾട്ട് ഉള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികൾ കറന്റ്ലി ജോർജിയയിൽ അവൈലബിൾ ആണ്. സോ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ച് അറിയാനും അവിടെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുന്നത്, അവരുടെ ട്യൂഷൻ ഫീസ് എന്താണ്, ദെൻ അവിടെ ലിവിംഗ് കോസ്റ്റ് എങ്ങനെ വരും, ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഉറപ്പായും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ എന്ത് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.